ലൈഫിൻ്റെ ഒരു പോയിന്റിൽ ഞാൻ ഭയങ്കര അൺഹാപ്പി ആയിരുന്നു കേട്ടോ. അൺഹാപ്പിനെസ്സിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആണെങ്കിൽ ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ് മേക്കിംഗ് സെൻസ് ആസ് ഇഫ് ഐ വാസ് കണക്ടിങ് ദ പീസസ് ഓഫ് എ പസിൽ, കണക്ടിങ് ഓൾ ദ ഡോട്ട്സ് ടുഗെദർ, ഗിവിംഗ് മീ എ പിക്ചർ ഓഫ് വാട്ട് വാസ് എക്സാക്ട്ലി ഗോയിങ് ഓൺ ഇൻ മൈ ലൈഫ്. ഞാനിങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എന്നെ ആ പോയിന്റ് വരെ കൊണ്ടെത്തിച്ച കുറച്ച് പാറ്റേൺസും റുട്ടീൻസും ഞാൻ മനസ്സിലാക്കി. എൻ്റെ ഈ അൺഹാപ്പിനെസ്സിൻ്റെ ഞാൻ മനസ്സിലാക്കിയ റീസൺ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോയിന്റ് ഓഫ് ടൈം വരയ്ക്കും ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് മറ്റാരുടെയോ ലൈഫായിരുന്നു. അതായത് എൻ്റെ ലൈഫ് എന്ന് പറയുന്നതിൽ എൻ്റെ ഐഡന്റിറ്റി ഉണ്ടായിരുന്നില്ല. ഞാൻ ജീവിച്ചുകൊണ്ടിരുന്ന ലൈഫ് എന്ന് പറയുന്നത് വേറെ ആരുടെയോ ഒപ്പീനിയൻസും ഓപ്ഷൻസും എൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കണം എന്ന അവരുടെ തോട്ടിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വന്നതായിരുന്നു എൻ്റെ ചോയ്സസും എൻ്റെ ലൈഫ് ഡിസിഷൻസും എന്ന് പറയുന്നത്. ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും ബിക്കം ആൻ ഐഡന്റിറ്റി ഹൂ വി ആർ നോട്ട്. ഒരു ബിഹേവിയർ ഉണ്ടല്ലോ, പേഴ്സണാലിറ്റി ഉണ്ട്. ആ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് മാറി വേറെ ആർക്കോ ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ മോൾഡ് ചെയ്യപ്പെടുകയാണ്. അതായത് നമ്മളിലേക്ക് നമ്മളുടെ അല്ലാത്തൊരു പേഴ്സണാലിറ്റി പ്രൊജക്റ്റഡ് ആവുകയാണ്. അൾട്ടിമേറ്റ്ലി ഇൻ ദ ലോങ് റൺ അത് നമുക്ക് ഒരിക്കലും ഹാപ്പിനെസ് തരത്തില്ല. ഇതൊന്നും സംഭവിക്കുന്നത് വളരെ എവിഡന്റ് ആയിട്ടല്ല, ഇത് പതിയെ പതിയെ നമ്മുടെ ലൈഫിലേക്ക് ക്രീപ്പിംഗ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു കാര്യമാണ്. അത് ലൈഫിൽ സംഭവിക്കുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് സോ അൺനോട്ടിസബിൾ ആൻഡ് ഇൻവിസിബിൾ. അത് നമുക്ക് ആദ്യമേ മനസ്സിലാവത്തില്ല നമ്മുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെന്ന്. ആദ്യമായിട്ട് നമ്മളിങ്ങനെ ഇതിനെക്കുറിച്ച് അവെയർ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ വേറെ ആരുടെയോ ലൈഫാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ വി ഫീൽ ട്രാപ്ഡ് ആൻഡ് കൺഫൈൻഡ് ഇൻ എ മെയ്സ്. അതായത് നമുക്ക് പുറത്ത് കടക്കാൻ പറ്റാത്ത ഒരു ഊരാക്കുടുക്കിനുള്ളിൽ നമ്മൾ കിടക്കുവാണ് എന്ന് നമുക്ക് തോന്നും. അതായത് ആദ്യമേ നമ്മൾ നോക്കുമ്പോൾ അതിനകത്തുനിന്ന് ഒരു വേ ഔട്ട് നമുക്ക് ഒരിക്കലും ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലൈഫ് അവിടം വരെ എങ്ങനെ എത്തി, അത് ഞാൻ എങ്ങനെ തിരിച്ചറിഞ്ഞു, അതിന്ന് പുറത്തു വരാനായിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഒരു സേഫ്റ്റി അനൗൺസ്മെന്റ് വരുവേ. ആ അനൗൺസ്മെന്റിൽ പറയുന്നത് ഇതാണ്: നമ്മൾ ആദ്യമേ നമ്മുടെ സേഫ്റ്റി സുരക്ഷ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മുടെ അടുത്തിരിക്കുന്ന ആളിനെ സഹായിക്കാൻ ശ്രമിക്കുക. അതിലൊരു വലിയൊരു വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. എന്താണെന്നറിയാം, നമ്മൾ ആദ്യമേ നമ്മളെ ടേക്ക് കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് ചുറ്റുമുള്ളവരെ, നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നവരെ നമുക്ക് നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഞാനിപ്പോൾ അൺഹാപ്പിയാണ് എങ്കിൽ ഒരു ലോങ് റണ്ണിൽ എനിക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഹാപ്പി റിലേഷൻഷിപ്പ് ഒരിക്കലും ആരുമായിട്ടും ഫോം ചെയ്യാൻ പറ്റത്തില്ല. ഫണ്ടമെന്റലി ഇറ്റ് വിൽ കം ടു ദ ഫാക്ട് ദാറ്റ് നമ്മൾ ഒരു ഹാപ്പി ഇൻഡിവിജ്വൽ ആയിട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫ് ചോയ്സസ് ജീവിക്കണം. ജനറിക് ആയിട്ട് എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളതും വേറെ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള കുറച്ച് സിനാരിയോസ് പറയാട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തിപ്പെടാനുള്ള ഒരു കാര്യം നമ്മുടെ സോഷ്യൽ ലൈഫാണ്. എനിക്ക് നോ പറയാൻ ഭയങ്കര പാടായിരുന്നു. ഞാൻ ഭയങ്കര വലിയൊരു പീപ്പിൾ പ്ലീസർ ആയിരുന്നു. എനിക്ക് വേണ്ടിയില്ലാത്തൊരു കാര്യത്തിനാണെങ്കിൽ പോലും ഞാൻ ചില സമയത്ത് എസ് പറയും. എനിക്ക് കഴിയാത്തൊരു കാര്യമാണ്, എനിക്കൊരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ ആ ഇഷ്ടമല്ല എന്നുള്ള എൻ്റെ ഒപ്പീനിയൻ അവിടെ വോയിസ് ചെയ്യുന്നതിന് പകരം ആ സാഹചര്യത്തിൽ നിന്ന് ഞാൻ കഴിവതും മാറി നിൽക്കാൻ ശ്രമിക്കും. കാരണം എനിക്കൊരു കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യുന്നതായിരുന്നു ഏറ്റവും വലിയ പ്രധാനം. എനിക്ക് ഹെൽത്തി ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനായിട്ട് അറിയണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുമായിട്ട് നമ്മളൊരു ഹെൽത്തി സോഷ്യൽ ലൈഫ് ബിൽഡ് ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാടേറെ, അതായത് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുന്ന സാഹചര്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ, എന്നെ ഒരാൾ ഒരു പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ ആ പാർട്ടിക്ക് പോകുന്നതിന് എനിക്ക് കുറേയേറെ തടസ്സങ്ങൾ കാണും. എനിക്ക് വേറെ എന്തെങ്കിലും പ്രയോറിറ്റീസ് ഉണ്ടായിരിക്കും, എനിക്ക് വേറെ എന്തെങ്കിലും കാര്യം ചെയ്തു തീർക്കാനുണ്ടായിരിക്കും. പക്ഷെ എന്നോട് ഒരാളൊരു കാര്യം ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് നോ പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ഫോഴ്സ് മൈസെൽഫ് ടു അക്കോമഡേറ്റ് ദാറ്റ് ഇൻവിറ്റേഷൻ ദാറ്റ് കെയിം ഇൻ. അതായത് ആ ആൾ പറഞ്ഞ കാര്യം ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ മാറ്റിവെച്ച് അത് ചെയ്യാൻ പോകും. അപ്പോൾ രണ്ട് കാര്യം ഇവൻച്വലി സംഭവിക്കും. ഒന്ന്, ഞാൻ എൻ്റെ തലയിൽ ഇപ്പം ഞാൻ ആ ആളുടെ കൂടെ പോയാലും ആ ആളുടെ കാര്യം ചെയ്താലും എൻ്റെ തലയിൽ ഇരിക്കുന്ന എന്താണ്, അയ്യോ എനിക്ക് ആ കാര്യം ചെയ്യാനുണ്ടായിരുന്നു പക്ഷെ ഞാനത് മാറ്റി വെച്ചു, എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുവാണ്. ഞാൻ അവിടെ ചെന്നിരിക്കുമ്പോൾ എനിക്ക് പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നമ്മളുടെ ശരീരഭാഷയിൽ, നമ്മുടെ ബോഡി ലാംഗ്വേജിൽ അത് ഭയങ്കര എവിഡൻ്റ് ആയിട്ടും എക്സ്പ്ലിസിറ്റ് ആയിട്ടും അറിയാൻ പറ്റും. അപ്പം നമ്മൾ വിചാരിക്കുന്ന ഡിസൈർഡ് എഫക്റ്റിൻ്റെ വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു എഫക്റ്റ് ആയിരിക്കും, ഒരു റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. വേറൊരാളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നോ പറയാതെ അയാളുടെ ഒപ്പം പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ ഫോഴ്സ് ചെയ്ത് നമ്മൾ ആ കാര്യം ചെയ്യുമ്പോൾ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐദർ ആ പേഴ്സണ് തോന്നും നമ്മൾ ഭയങ്കര അൺകൂളാണ്, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ഫീൽ ചെയ്യും ആ ആളുടെ അടുക്കെ. കാരണം നമ്മൾ എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ മാറ്റി വെച്ച് വേറൊരാളുടെ കാര്യത്തിന് പോകുമ്പോൾ വി ആർ ടേക്കിംഗ് ഇൻ ദാറ്റ് എക്സ്ട്രാ പ്രഷർ അല്ലേ. നമ്മൾക്ക് ആ ഒരു ലോങ് ടേം സസ്റ്റൈനബിൾ റിലേഷൻഷിപ്പ് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതിന് പകരമായിട്ട് നമ്മൾ അവിടെ നോ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീരുന്നൊരു പ്രശ്നമേ അവിടെ ഉള്ളൂ, വേറൊരു കാര്യം അവിടെ വരുന്നില്ല. കാരണം ആ
ആള്, അതായത് നമ്മളെ റെസ്പെക്ട് ചെയ്യുന്ന, നമ്മുടെ പ്രയോറിറ്റീസ് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ദേ വിൽ ഡെഫിനറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പെർസ്പെക്റ്റീവ്. നമ്മുടെ ആ സിറ്റുവേഷൻ അവർ മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കാത്ത ഒരു സിറ്റുവേഷനും ഒരു ലോങ് ടേം റിലേഷൻഷിപ്പായിട്ട് ഇവോൾവ് ചെയ്യത്തില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഹെൽത്തി ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ അറിയത്തില്ല. നമ്മളുടെ ഇഷ്ടക്കേടുകൾ, നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വോയിസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ പ്ലേസ് ചെയ്യുമ്പോൾ ദാറ്റ് അഫക്റ്റിംഗ് അവർ സെൽഫ് കോൺഫിഡൻസ്. നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ചിലപ്പോൾ ചില കമൻസ് പാസ് ചെയ്യും. മനുഷ്യർക്ക് എല്ലാവർക്കും അവരവരുടേതായ ഒപ്പീനിയൻസ് ഉണ്ടല്ലേ. ആ കമൻസ് നമ്മളെ ചിലപ്പോൾ അത് അഫക്റ്റ് ചെയ്യും. നമ്മൾ അവിടെ വെച്ച് അത് ക്ലിയർ ചെയ്തില്ല എങ്കിൽ അത് നമ്മുടെ മനസ്സിൽ തന്നെ കിടക്കും. അത് നമ്മളെ തന്നെ ഹേർട്ട് ചെയ്യാൻ തുടങ്ങും. നമ്മളൊക്കെ പഠിപ്പിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആർഗ്യുമെന്റ്സ് തെറ്റായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് നമ്മളെ കണ്ടീഷൻ ചെയ്തേക്കുന്നത്. കാരണം തർക്കം എന്ന് പറയുന്നത് വലിയൊരു നല്ല കാര്യം അല്ല പോലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ആർഗ്യുമെന്റ്സ് ആർ വെരി വെരി ഹെൽത്തി. നമ്മൾ ചില സമയത്ത് ആർഗ്യൂ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഒരു അഭിപ്രായത്തിന് വേറൊരാളെ എതിർക്കുമ്പോൾ വി ആർ റിഫൈനിങ് അവർ തോട്ട് പ്രോസസ്. ചില ഹെൽത്തി ആർഗ്യുമെന്റ്സ് ഒക്കെ വളരെ നല്ലതാണ്. അതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറുന്നതിനേക്കാൾ എപ്പോഴും നല്ലതെന്ന് പറയുന്നത്, നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും പറയാനുള്ള ഒരു കാര്യമാണെങ്കിൽ അത് അവിടെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ തീർന്നു. അതല്ല നമ്മളത് വീട്ടിലേക്ക് കൊണ്ടുവന്നു പിന്നെ അത് നമ്മൾ തന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മുടെ സമയവും എനർജിയും പാഴാക്കുന്നതിനെക്കാട്ടിലും വളരെ വളരെ നല്ലതാണ് നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ തന്നെ അത് പറഞ്ഞ് അവിടെ തീർത്തിട്ട് വരും. അപ്പോൾ ഇത് പറയുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ഒച്ച എടുക്കണം എന്നില്ല, നമ്മൾ ഒരാളിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യണം എന്നില്ല. എപ്പോഴും നമുക്ക് നല്ല ലാംഗ്വേജിൽ നമ്മുടെ ഭാഗം പറയാൻ പറ്റും എന്നുള്ളതാണ് ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ബൗണ്ടറി. അതെനിക്ക് ചെയ്യാൻ അപ്പോൾ അറിയുണ്ടായിരുന്നില്ല. അത് പക്ഷെ ഞാൻ ഇപ്പോൾ ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഐ ട്രൈ ടു സേ ദാറ്റ് എനിക്ക് ആ അഭിപ്രായത്തിനോട് ഞാൻ യോജിക്കുന്നില്ല, അങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെയാണ് എൻ്റെ കാര്യം. ചില സമയത്ത് നമ്മൾ മിണ്ടാതെ നിൽക്കുന്നത് വളരെ വളരെ നല്ലൊരു കാര്യമായിരിക്കും ചില സാഹചര്യങ്ങളിൽ. അപ്പം യു ഹാവ് ടു മേക്ക് ദാറ്റ് ഡിസിഷൻ. ആ സിറ്റുവേഷൻ അനലൈസ് ചെയ്ത് നമ്മൾ എവിടെ സംസാരിക്കുമ്പോഴും കുറച്ചൊന്ന് കെയർഫുൾ ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. അത് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തും. അതായത് ചില സമയത്ത് ചില ആൾക്കാർ എന്തെങ്കിലും പറയുമ്പോൾ ആ പറയുന്ന കാര്യം നമ്മളെ ട്രിഗർ ചെയ്യും. ട്രിഗറിന് നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് കുറച്ച് ഇമോഷണൽ ആകും, ലോജിക്കലോ റാഷണലോ ആകും. നമ്മൾ അതിന് പകരമായിട്ട് ഒരു പോസ് ചെയ്ത് അതിന് റെസ്പോണ്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫറെന്റ്. തോട്ട് പ്രോസസ്സിന് നമ്മൾ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അതൊരു ഹെൽത്തി വേ ഓഫ് ടോക്കിംഗ്. അപ്പം നമുക്കൊരു റെസൊല്യൂഷൻ കിട്ടും. റാദർ ദാൻ ഗോയിങ് ഇൻ ടു എ വെർബൽ ലൂപ്പ് നമുക്ക് സൊല്യൂഷൻ കിട്ടും. അല്ലെങ്കിൽ ആ ആൾക്ക് നമ്മൾ പറഞ്ഞ മെസ്സേജ് മനസ്സിലാവും. കാരണം നമുക്ക് ആ പെർട്ടിക്കുലർ ടോക്ക് അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ വേ ഓഫ് ടോക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നമ്മളത് പറഞ്ഞു. അപ്പോൾ ആള് പിന്നെ ഒരു പ്രാവശ്യം ആൾ സംസാരിക്കുമ്പോൾ ദേ സ്റ്റാർട്ടഡ് ബിക്കമിങ് മോർ കെയർഫുൾ. ആക്ച്വലി ഇൻ എ വേ വി ആർ നമ്മൾ അയാളെയും ഹെൽപ്പ് ചെയ്യുവാണ്. മനസ്സിലായോ? ചിലപ്പോൾ അയാൾ അങ്ങനെ ഒന്നും ഓർക്കാതെ പറഞ്ഞൊരു വ്യക്തിയായിരിക്കും. അപ്പോൾ അയാളും പിന്നെ ഒരു സാഹചര്യത്തിൽ ഓക്കെ നമ്മൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കണം സംസാരിക്കാൻ എന്ന് തോന്നും. ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ ഒന്നും പറയാതെ നിൽക്കുവാണ്. നമ്മൾക്ക് എന്ത് അക്സെപ്റ്റബിൾ ആണ്, അക്സെപ്റ്റബിൾ അല്ല എന്നൊന്നും നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോൾ നമ്മൾ വി ആർ സെറ്റിംഗ് അവർ സെൽഫ് അപ്പ് ഫോർ എ ഫെയിലിയർ. അത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യും. കാരണം നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ പോകുമ്പോൾ നമ്മളുടെ ഐഡന്റിറ്റിയെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. ഒരു ഹെൽത്തി സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വെൽബീയിങ്ങിന്റെ വളരെ വലിയൊരു പാർട്ടാണ്. പക്ഷെ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ നമ്മളെ കൊണ്ടിടുമ്പോൾ ആക്ച്വലി വി ആർ നോട്ട് ഡൂയിങ് അവർ സെൽസ് എനി ഗുഡ്. ആ ഒരു സമയത്താണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലത്തെയുള്ള ലോൺലിനെസ് എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻസ് ആയിട്ട് മാറുന്നു. ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഒരുപാടായപ്പോഴത്തേക്കും ഞാൻ അന്നേരം ക്വാളിറ്റി പ്രയോറിറ്റൈസ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ സർക്കിളിന്റെ ക്വാളിറ്റി. നമ്മൾ വളരെ കുറച്ച് വിരലിൽ എണ്ണാവുന്ന ആൾക്കാരെ നമുക്ക് അറിയുള്ളൂവെങ്കിലും സാരമില്ല. ഞാൻ ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് സോഷ്യൽ സ്റ്റാറ്റസ് അതൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മളെ ജഡ്ജ്മെന്റലായിട്ട് കാണാത്ത, നമ്മളില്ലാത്തൊരു റൂമിൽ നമ്മളെ കുറിച്ച് നല്ലത് മാത്രം പറയാനുള്ള ആൾ, അവരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റി പീപ്പിൾ എന്ന്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ മതി നമ്മുടെ ലൈഫിൽ കാരണം അവരുടെ കൂടെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മളായിട്ടിരിക്കാൻ പറ്റും. നമുക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും ഒരു ജഡ്ജ്മെന്റും കൂടാതെ തുറന്ന് ഷെയർ ചെയ്യാൻ പറ്റും. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കോൺഫിഡൻസ് ആണ് അവിടെ കൂടുന്നത്. കാരണം വി നോ വി ആർ വാല്യൂഡ്, വി ആർ അപ്രിഷിയേറ്റഡ്. നമ്മുടെ വോയിസ് എന്ന് പറയുന്ന ഒരു ക്രൗഡിൽ മുങ്ങിപ്പോകാതെ നമ്മുടെ വോയിസിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, ഒരു വാല്യൂ ഉണ്ട് എന്നറിയുന്നത് തന്നെ വലിയൊരു കോൺഫിഡൻസ് ബൂസ്റ്ററാണ് നമ്മുടെ ലൈഫിൽ. അപ്പോൾ പതിയെ പതിയെ നമ്മൾ അങ്ങനെ ഒരു സർക്കിൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്കും ആണെങ്കിൽ വി സ്റ്റാർട്ടഡ് ബിക്കമിങ് മോർ ഹാപ്പി പീപ്പിൾ. കാരണം അവിടെ നമ്മുടെ ഇമോഷൻസ് ഡ്രെയിൻ ആകുന്നില്ല, നമ്മളുടെ ലൈഫ് ചെറിഷ്ഡ് ആകുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് വാട്ട് ഐ സ്റ്റാർട്ടഡ് ഡൂയിങ്. എനിക്ക് ഞാനായിട്ട് നിലനിൽക്കാൻ പറ്റാത്ത സോഷ്യൽ സർക്കിൾസ്
അവോയ്ഡ് ചെയ്തിട്ട് എൻ്റെ ട്രൂ സെൽഫായിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ എന്തോ അത് എൻ്റെ ലൈഫിൽ കൂടുതൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ ശ്രമിക്കാൻ തുടങ്ങി. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്യുന്ന ക്വാളിറ്റി ടൈം ആണെങ്കിലും എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അങ്ങനത്തെ ആൾക്കാരെ ഞാൻ ചൂസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഞാനൊരു ബേർഡൻ അല്ല, അതായത് നമ്മളുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവരെന്തോ നമുക്ക് ചെയ്യുന്ന ഔദാര്യമാണ് എന്ന് കരുതാതെ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നമ്മളുടെ പ്രസൻസ് വാല്യൂ ചെയ്യുന്ന, അതിന് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുന്ന ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ആണെങ്കിൽ ഒരു പരിധി വരെ നമ്മളുടെ ഒരു അൺഹാപ്പിനെസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫാമിലിയാണ് കേട്ടോ. ഫാമിലി പ്രഷർ. ഈ ഫാമിലി പ്രഷർ എന്ന് പറയുന്നത് കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം നമുക്ക് ഈ സോഷ്യൽ സർക്കിളിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നത് പോലെ അല്ല, അല്ലെങ്കിൽ നാരോ ഡൗൺ ചെയ്യാൻ പറ്റുന്നത് പോലെ അല്ല, എളുപ്പമല്ല നമ്മളുടെ ഫാമിലി എന്ന് പറയുന്നത്. കാരണം നമ്മൾ ജനിച്ചു വളർന്ന അവരുടെ ഒപ്പമാണല്ലേ, നമ്മളുടെ ബ്ലഡ് റിലേഷൻ ആണ് അവരെല്ലാവരും നമ്മളുടെ വെൽ വിഷേഴ്സ് ആണ്, നമുക്ക് നല്ലത് മാത്രം വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അവരെന്ന് പറയുന്നത്. ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ചില സമയത്ത് ഈ സ്നേഹ കൂടുതൽ കാരണം കൊണ്ട് അവർ നമുക്ക് വലിയൊരു പ്രഷർ തരാറുണ്ട്, എക്സ്പെക്ടേഷൻസ്. കാരണം അവർക്ക് നമ്മളെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഉണ്ടാകും. പക്ഷെ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് പലപ്പോഴും ആ ആഗ്രഹങ്ങൾക്കും എക്സ്പെക്ടേഷൻസിനും അനുസരിച്ച് പോയിക്കൊള്ളണം എന്നില്ല. കാരണം നമ്മൾ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽസ് ആണ്. നമുക്ക് നമ്മുടേതായ ലൈഫ് പാത്സും ചോയ്സസും ഉണ്ടാകും. അതായത് നമുക്ക് വളരെ പ്രിയപ്പെട്ട ആളായിരിക്കും ആ ആളെന്ന് പറയുന്നത്. അവരുടെ ഗുഡ് ബുക്സിൽ ഇരിക്കണമെങ്കിൽ എന്താണ്, അവരുടെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യണം. അതെന്ന് പറയുന്നത് നമുക്കൊരു വലിയൊരു പ്രഷറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടണമെന്നായിരിക്കുമല്ലോ നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ അല്ലാണ്ട് വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ലൈഫ് ചോയ്സ്, ഡിസിഷൻസ്, ഇതിലൊക്കെയും ഈ ഒരു പ്രഷർ വലിയൊരു പങ്ക് വഹിക്കാറുണ്ട്. പലപ്പോഴും നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടുമോ, ഇവർക്ക് ഇഷ്ടപ്പെടുമോ, അവരെന്ത് പറയും, അങ്ങനെയൊക്കെ നോക്കിയായിരിക്കും നമ്മൾ ലൈഫിൽ ചോയ്സസ് മേക്ക് ചെയ്യുന്നത്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മളാണ്. നമുക്ക് എത്ര പ്രിയപ്പെട്ട ആളാണെങ്കിലും നമ്മുടെ ലൈഫിൽ നമുക്കൊരു പ്രശ്നം വരുമ്പോഴത്തേക്കും നമ്മളാണ് അത് അൾട്ടിമേറ്റ്ലി ഡീൽ ചെയ്യേണ്ട ആളെന്ന് പറയുന്നത്. പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടല്ലോ, അവർ നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരില്ല, പക്ഷേ പതിയെ അവർക്ക് നമ്മളെ മനസ്സിലാകും. കാരണം നമ്മുടെ നല്ലത് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അവരെന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടില്ല, കാലം മായ്ക്കാത്ത മുറിവുകളില്ല. അതായത് ചില സമയത്ത് നമ്മൾ മേക്ക് ചെയ്യുന്ന ചോയ്സസ് അവർക്ക് ഒട്ടും ആക്സെപ്റ്റബിൾ ആയിരിക്കത്തില്ല, പക്ഷെ അവർ നമ്മളെ ശരിക്കും ജെനുവൻലി സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അറ്റ് സം പോയിന്റ് ഇൻ ടൈം ആ ഒരു ദേഷ്യം അവർക്ക് മാഞ്ഞു പോവുക തന്നെ ചെയ്യും. അപ്പം ആ ഒരു ഇതിന്റെ പേരിൽ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം നമുക്ക് വലിയ നമ്മുടെ ലൈഫ് ചോയ്സസ് എന്ന് പറയുന്നത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം അത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഹാപ്പി ആയിരിക്കത്തില്ല. നമ്മൾ ഹാപ്പി ആയിട്ട് അഭിനയിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ആ ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ചുറ്റുമുള്ള ആൾക്കാരിലേക്കും പകരാൻ കഴിയുള്ളൂ. ഇതെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹം നമുക്ക് നഷ്ടമായി പോകരുത് എന്നുണ്ട്. ആ നഷ്ടമായി പോകരുത് എന്ന് നമ്മൾ ചിന്തിച്ച് നമ്മൾ ലൈഫിൽ ഒരു ഡിസിഷനും, നമുക്ക് വേണ്ടാത്തൊരു ഡിസിഷനും നമ്മൾ എടുക്കരുത്. അവരും ഹാപ്പി ആയിരിക്കത്തില്ല, നമ്മളും ഹാപ്പി ആയിരിക്കത്തില്ല. കാരണം ഇപ്പോൾ അവരുടെ ഒരു പ്രഷർ കാരണം കൊണ്ട് നമ്മളൊരു തീരുമാനം എടുത്തു. ആ തീരുമാനം തെറ്റായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടിരിക്കുന്ന അവർ നമ്മുടെ ശത്രുവായി മാറും. മനസ്സിലായില്ലേ? അതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മൾക്ക് കുറച്ച് നാളത്തെ ഒരു പരിഭവം വന്നാലും ആ റിലേഷൻഷിപ്പ് നമ്മുടെ മനസ്സിൽ ആ ഒരു ഊഷ്മളതയോടെ നിലനിൽക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. നമ്മൾ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം നമ്മൾ എപ്പോഴും പറഞ്ഞു മനസ്സിലാക്കാൻ തന്നെ ശ്രമിക്കുക. അത് മനസ്സിലായില്ലെങ്കിൽ ഗീവ് ദം ദാറ്റ് ടൈം. ചില ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് വളരെ ഈഗോയിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്നത്. കാരണം അവർക്ക് നമ്മളിപ്പോൾ എത്ര നമ്മുടെ പെർസ്പെക്റ്റീവ് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് മനസ്സിലാകത്തില്ല. കാരണം അവരതങ്ങനെ ഡിസൈഡ് ചെയ്യുന്നത് കൊണ്ടാണ്, എനിക്ക് മനസ്സിലാക്കണ്ട എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ്. അതൊരു ബ്രോക്കൺ മിററാണ്. അത് നമ്മളിനി ഫിക്സ് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരിക്കലും അത് തിരികെ വരില്ല. ഇറ്റ്സ് നെവർ ഗോയിങ് ടു ബി ബാക്ക് ദ സെയിം വേ. അത് ഫിക്സ് ചെയ്ത് നമ്മളെ തന്നെ ഹേർട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് ആ ഒരു സ്റ്റേജിൽ അത് ഇട്ടിട്ട് അവർക്ക് കുറച്ച് ടൈം ആൻഡ് സ്പേസ് കൊടുക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ടൈം ആൻഡ് സ്പേസ് എടുക്കുന്നതുമായിരിക്കും നമ്മുടെ മനസ്സമാധാനത്തിനും സന്തോഷത്തിനും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. എനിക്കും ഈഗോ പാടില്ല. എനിക്കൊരു ലൈഫ് ചോയ്സ് ഉണ്ട്. ആ ലൈഫ് ചോയ്സ് അല്ലെങ്കിൽ എനിക്കൊരു ഡിസിഷൻ ഞാൻ മേക്ക് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ ഡിസിഷൻ്റെ എൻ്റെ തോട്ട് പ്രോസസ്സിൽ ചില സമയത്ത് പാളിച്ചകൾ ഉണ്ടാകും. ചില സമയത്ത് നമ്മുടെ ഈ ഫാമിലി ആയിരിക്കും നമുക്കത് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളിൽ അർത്ഥമുണ്ടെങ്കിൽ ബൈ ഓൾ മീൻസ് നമ്മളത്
സ്വീകരിക്കുക തന്നെ വേണം, അല്ലെങ്കിൽ നമ്മൾ വളരെ വലിയൊരു ഫൂളായി പോകും. ഇപ്പം അതാ ഞാൻ പറഞ്ഞു, ഇതിലെല്ലാത്തിലും തന്നെ ഒരു ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് നമ്മൾ കണ്ടെത്തുന്നതാണ് ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ലൈഫിനെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് അതുകൊണ്ടാണ്. കാരണം നമ്മുടെ ഓരോ ആൾക്കാരുടെയും ബാലൻസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് പോയിന്റ്സിലായി. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് പിയർ പ്രഷർ, കമ്പാരിസൺ ആൻഡ് കോമ്പറ്റീറ്റീവ്നെസ്. പിയർ പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കൂടെ പഠിച്ച ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പത്തിലുള്ള ഫ്രണ്ട്സ്, അവരെന്തെങ്കിലുമൊക്കെ അതായത് ചെയ്യുമ്പോൾ നമുക്കും ചെയ്യണം എന്നുള്ളൊരാഗ്രഹം. അതെന്ന് പറയുന്നത് ചിലപ്പോൾ അവർക്കത് നല്ലതായിട്ട് വരുന്നു എന്ന് കരുതി അത് നമ്മൾക്ക് നല്ലതാകണം എന്നില്ല. അതുപോലെ തന്നെയാണ് കോമ്പറ്റീറ്റീവ്നെസ്. അതായത് സൊസൈറ്റിയിൽ കാശും ഫെയിമും ഒക്കെയുള്ള ആൾക്കാർക്ക് ഒരു ഡിഫറെൻറ്റ് റെസ്പെക്റ്റ് കിട്ടുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. കുറച്ചും കൂടെ കാര്യങ്ങൾ ഈസിയാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അറിയാതെ അതാണ് സക്സസ് എന്ന് നമ്മൾ വിചാരിക്കും. എന്നിട്ട് നമ്മൾ ആ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടി നമ്മളെ തന്നെ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അതായിരിക്കണം എന്നില്ല നമ്മളുടെ ലൈഫിൽ നമുക്ക് വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് എല്ലാവരുടെ ലൈഫിലും ഓരോ ആൾക്കാരുടെയും ഡെഫിനിഷൻ ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഓരോന്നായിരിക്കും. വേറൊരാളുടെ ലൈഫ് കണ്ടിട്ട് നമുക്കതുപോലെ വേണം എന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സന്തോഷപ്പെടണം എന്നില്ല. ചിലപ്പോൾ അതായിരിക്കില്ല നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടത്. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ എനിക്കായിട്ടൊരു ഗോളില്ല, ആരുടെയെങ്കിലും ഒക്കെ ഗോള് എൻ്റെ ഗോളാണെന്ന് വിചാരിച്ച് അതിലേക്ക് നമ്മൾ നടന്ന് നീങ്ങാൻ ശ്രമിക്കും. നമ്മൾ ബേൺ ഔട്ട് ആകുന്നതല്ലാതെ നമ്മളൊരു സ്ഥലത്ത് എത്തത്തില്ല. അതിപ്പോൾ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു സന്തോഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതായത് നമുക്കൊരു ഫുൾഫിൽഡ് ഫീലിംഗ് തോന്നത്തില്ല. കാരണം അത് നമ്മുടെ ലൈഫല്ല നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെ പതിയെ ഇതിലേക്കൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഞാൻ എൻ്റെ മൈൻഡ് സെറ്റ് മാറ്റാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഐ സ്റ്റാർട്ടഡ് സീയിങ് എ ചേഞ്ച്. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ലൈഫിൽ വേണ്ടുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതായത് ഹെൽത്തി ആയിട്ടുള്ള ഒരു സോഷ്യൽ ലൈഫ് ആണെങ്കിലും, ഫാമിലിയുടെ പ്രസൻസ് ആണെങ്കിലും, ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ആണെങ്കിലും ഒക്കെ നമ്മുടെ ലൈഫിൽ ഗുഡ് റിസൾട്ട്സും ഉണ്ടാക്കും. നമ്മളുടെ ആ ഒരു ബാലൻസ് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഡിസൈഡ് ആയിട്ടുള്ള എഫക്റ്റ് കിട്ടാതെയും പോകും. അപ്പൊ ഇതൊക്കെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം. സൊസൈറ്റി, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അതെ, സൊസൈറ്റിയുടെ പ്രഷർ. നമുക്ക് അറിവാകുന്ന സമയം മുതൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഫിലിമിലാണെങ്കിലും നമുക്ക് ചുറ്റുമുള്ളവരുടെ ലൈഫിലാണെങ്കിലും നമ്മൾ കാണുന്ന ഒരു ലൈഫ് ട്രജക്ടറി ഉണ്ട്. സ്കൂളിൽ പോവുക, കോളേജിൽ പോവുക, ജോലി മേടിക്കുക, കല്യാണം കഴിക്കുക, കുഞ്ഞുങ്ങളുണ്ടാകുക, അങ്ങനെ ഒരു ലൈഫ് ട്രജക്ടറി ഉണ്ട്. ഈ ട്രജക്ടറി എന്ന് പറയുന്നത് എല്ലാവരുടെ ലൈഫും ഈ ട്രജക്ടറിയിലൂടെ പൊയ്ക്കൊള്ളണം എന്നില്ല. പക്ഷെ നമ്മൾക്ക് ഈ ട്രജക്ടറിയിലല്ല നമ്മുടെ ലൈഫ് പോകുന്നെങ്കിൽ നമുക്ക് തോന്നും നമ്മുടെ ലൈഫ് ഒരു അട്ടർ ഫെയിലിയർ ആണെന്ന്. പക്ഷെ അല്ല. ദർ ആർ ഔട്ട്ലയേഴ്സ്. ചില ഫാമിലിയിൽ ഇത് ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയും. പക്ഷെ എനിക്ക് ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ പറയും ഔട്ട്ലയർ സിനാരിയോസ് എന്ന് പറയും. ഓരോ ആൾക്കാർക്കും ലൈഫിൽ വേണ്ടുന്ന കാര്യം ഓരോന്നാണ്. ഇപ്പൊ നമ്മൾ ഔട്ട്ലയേഴ്സ് ആണെങ്കിൽ ഇറ്റ് ഡസ് മീൻ ദാറ്റ് വി ഹാവ് എ വെരി യുണീക് പെർസ്പെക്റ്റീവ് ഓഫ് ലൈഫ്. നമ്മുടെ ലൈഫ് അങ്ങനെയാണ് ദൈവം തീരുമാനിച്ചേക്കുന്നത്, അതുകൊണ്ട് നമ്മുടെ ലൈഫ് അങ്ങനെ പോകുന്നു. ഇപ്പൊ നമ്മൾക്ക് ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് അറിയാമോ? ഇപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ഒരു യുണീക്ക് പെർസ്പെക്റ്റീവ് ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട്സ് അധികം കൂടെ നിന്നില്ലെങ്കിലും നമ്മുടെ ഫാമിലി നമ്മളെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും അത് ഭയങ്കര വലിയൊരു സങ്കടമായിരിക്കും കേട്ടോ. കാരണം ആര് ഒപ്പം നിന്നില്ലെങ്കിലും നമ്മുടെ ഫാമിലി നമ്മുടെ ഒപ്പം നിൽക്കണമെന്നായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം ദീസ് ആർ ദ പീപ്പിൾ ഹും വി ബിലീവ് ദാറ്റ് ദേ ക്യാൻ ലവ് അസ് അൺകണ്ടീഷണലി. കാരണം അങ്ങനെയാണല്ലോ നമ്മളെ കുഞ്ഞിലെ മുതലേ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. കാരണം നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ദാറ്റ് ലവ് അസ് അൺകണ്ടീഷണലി. നമ്മുടെ ലൈഫ് ട്രജക്ടറി ആ സൊസൈറ്റി ഡിഫൈൻ ചെയ്യുന്ന ആ ട്രജക്ടറി ഫോളോ ചെയ്യാതെ ഒരു ഡിഫറെന്റ് പാത്ത് ടേക്ക് ചെയ്യുമ്പോഴത്തേക്കും ആണെങ്കിൽ സഡൻലി വി ബിക്കം ഔട്ട്കാസ്റ്റഡ്. ഫാമിലിയിൽ നിന്ന് തന്നെ നമ്മൾ പുറത്താകാർക്ക് നമ്മളോട് സഹകരിക്കാനായിട്ട് മടിയായി തുടങ്ങും. അവർക്കൊരു ഡിസപ്പോയിന്റ്മെന്റ് ആണ് നമ്മളെന്ന് പറയുന്നത്. അപ്പൊ ആ ഡിസപ്പോയിന്റ്മെന്റ്, നമ്മളെ കുറിച്ച് നമുക്ക് തന്നെ വലിയൊരു ധാരണ ഇല്ലെങ്കിൽ ഈ ഒരു ഡിസപ്പോയിന്റ്മെന്റ് അത് നമ്മളുടെ അൺഹാപ്പിനെസ്സിനുള്ളൊരു റീസൺ ആകും. പക്ഷെ നമ്മളുടെ കാര്യങ്ങൾ അറിയാം, നമ്മൾ സെൽഫ് അവെയർ ആയിട്ടിരിക്കുമ്പോഴത്തേക്കും ഇതിന് വലിയൊരു ഇമ്പാക്റ്റ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. ബിക്കോസ് വി വിൽ സ്റ്റാർട്ട് അണ്ടർസ്റ്റാൻഡിങ് ദിസ് ഇസ് മൈ പെർസ്പെക്റ്റീവ് ആൻഡ് ദാറ്റ് ഇസ് മൈ ഫാമിലീസ് പെർസ്പെക്റ്റീവ്. ആ കാര്യം ദൈവത്തിന് വിട്ടുകൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു പീസ് കണ്ടെത്തുക. നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് വെറി ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ട്രജക്ടറി എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു ട്രജക്ടറിയാണ്. അതിനകത്ത് ഒരുപാട് ആൾക്കാർ അതിലൂടെ പോയിട്ടുണ്ട്. അവർക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടി എന്ന് കരുതി നമ്മൾക്ക് അത് തന്നെ സംഭവിക്കണം എന്നില്ല. നമ്മളുടെ ലൈഫ് എന്ന്
എന്ന് പറയുന്നത് ചിലപ്പോൾ യുണീക്ക് ആയിരിക്കും. മാൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ബീയിങ് ആണ്. അപ്പം ചില കാര്യങ്ങൾ ഇപ്പം എനിക്ക് ഒരു കാര്യം ഇഷ്ടമാണ്, എന്നെ ഹാപ്പി ആക്കുന്നു എന്ന് കരുതി എനിക്കത് ചെയ്യാൻ പറ്റില്ല. അത് നമ്മളൊരു ബാലൻസ് കണ്ടെത്തുക. അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ആയിട്ടുള്ളൊരു ട്രജക്ടറി നമ്മൾ തന്നെ യുണീക്കായിട്ട് ഫോം ചെയ്യുക. അതായത് ഡിഫറെൻറ്റ് പീസസ്, ഇതിൽ നിന്ന് ഡിഫറെൻറ്റ് പീസസ് എടുത്ത് നമ്മൾ തന്നെ നമുക്കായിട്ടൊരു യുണീക്ക് ട്രജക്ടറി ക്രിയേറ്റ് ചെയ്തു എന്ന് കരുതി നമ്മൾ ഒരു അട്ടർ ഡിസാസ്റ്ററോ ഫെയിലിയറോ ആകത്തില്ല. കാര്യം ഇപ്പം ഐൻസ്റ്റീൻ നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തെ ആരെങ്കിലും അറിയുമായിരുന്നു? ഇല്ല. അങ്ങനെ എത്ര ആൾക്കാർ, കാരണം ഈ ഫേമസ് പേഴ്സണാലിറ്റീസ് എല്ലാം നമ്മളിൽ നിന്ന് വേറിട്ടുള്ളൊരു ചിന്താഗതി ഉണ്ടായത് കൊണ്ടാണ് അവർ ഫേമസ് ആയതില്ല. അതായത് ഒരു കൂട്ടം ആൾക്കാർ ഒരേപോലെ ചിന്തിക്കുമ്പോൾ ഒരാൾ വേറിട്ട് ചിന്തിക്കുന്നു എന്ന് കരുതി നമുക്ക് അയാളെ ക്രൂശിക്കാൻ പറ്റില്ല. കാരണം അവർ എന്തോ ഒരു റെവല്യൂഷൻ കൊണ്ടുവരാനായിട്ട് വിധിക്കപ്പെട്ടുന്ന ആൾക്കാരായിരിക്കും. നിങ്ങളുടെ ഫാമിലി ഒരു പെർട്ടിക്കുലർ വേ ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയി. കാരണം ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി ഫോളോ ചെയ്തിരിക്കുന്ന ആ ട്രഡീഷൻ ബ്രേക്ക് ചെയ്യാനുള്ളൊരു വിധി നിങ്ങളുടെ ആയിരിക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ട് മാത്രം നിങ്ങളൊരു തെറ്റായ വ്യക്തി ആണ് എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നമ്മുടെ പെർസ്പെക്റ്റീവ് ഓഫ് പെർഫെക്ഷൻ എന്ന് പറയുന്നത് മാറിക്കൊണ്ടേയിരിക്കും. ഇന്നത്തെ നമ്മുടെ അറിവായിരിക്കത്തില്ല നാളത്തെ നമ്മുടെ അറിവെന്ന് പറയുന്നത്. അതെന്ന് പറയുന്നതും സബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളുടെ കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. നമ്മുടെ ലൈഫ് യുണീക്ക് ആണെന്ന് മനസ്സിലാക്കി നമ്മുടെ ലൈഫ് നമുക്ക് വേണ്ടുന്ന പോലെ ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. എനിക്ക് തോന്നുന്നു ഇതുവരെ കാണുന്ന ഒരു വ്യക്തി എനിക്ക് 100% ഗ്യാരണ്ടിയോടെ പറയാൻ പറ്റുന്ന ഒരാൾ മെൽവിനാണ്. സോ താങ്ക് യു മെൽവിൻ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അല്ലാണ്ട് വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഐ ആം റിയലി താങ്ക്ഫുൾ ടു യു ഫോർ ദാറ്റ്. നമുക്കിഷ്ടമുള്ളതുപോലെ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം എന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാൻ പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞു തീർക്കുന്ന അത്ര എളുപ്പമല്ല അത് പ്രാക്ടിക്കലാക്കുക എന്നുള്ളത്. ഇതൊക്കെ ഇത്രയും പറഞ്ഞുവെങ്കിലും ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെയാണോ ജീവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഫ് ഐ ആം ബീങ് 100% ഓണസ്റ്റ് അല്ല. കാരണം ഞാനും ഫിഗർ ഔട്ട് ചെയ്യുവാണ് എൻ്റെ കാര്യങ്ങൾ. ഞാനും എവറി ഡേ ഐ ആം മേക്കിംഗ് ചോയ്സസ് ടു സ്റ്റേ ട്രൂ ടു മൈ സെൽഫ്. അത് ഇന്ന് തീരുന്നൊരു സ്ട്രഗിൾ അല്ല. ചിലപ്പം എൻ്റെ ലൈഫ് ലോങ് ഞാനിങ്ങനെ ചോയ്സസ് മേക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില കോംപ്രമൈസസ് ചില പോയിന്റ്സിൽ എടുക്കേണ്ടി വരും. അതായത് എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന ചില പ്ലേസസിൽ ഞാൻ കോംപ്രമൈസ് ചെയ്തേ പറ്റുള്ളൂ. അല്ല എനിക്ക് എൻ്റെ ലൈഫ് ഇങ്ങനെ തന്നെ വേണം എന്ന് എനിക്കൊരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? നമുക്കാകെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി അവെയർ ഓഫ് ഇറ്റ്, ബി മൈൻഡ്ഫുൾ ഓഫ് ഇറ്റ്. നമ്മൾ ചിന്തിക്കുക, ഇത് എനിക്ക് വേണ്ടുന്ന കാര്യം തന്നെയാണോ ഞാൻ തീരുമാനിക്കുന്നത്, അതോ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാനത് ചെയ്യുവാണോ, അല്ലെങ്കിൽ ഞാനത് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടോ? ഇതെല്ലാം നമ്മൾ ചിന്തിച്ച് തീരുമാനിച്ചിട്ട് ആ തീരുമാനം എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിൽ നിന്ന് വരണം. അല്ലാതെ വേറെ ആരെങ്കിലും എടുക്കുന്ന ഒരു തീരുമാനം ഫോളോ ചെയ്യുന്ന ആളായിരിക്കരുത് നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുമ്പോഴത്തേക്കും ഇറ്റ് ഷുഡ് കം ഫ്രം ഒരാളുടെ പെർസ്പെക്റ്റീവ് ജീവിച്ച് തീർക്കാനുള്ളതല്ല നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ. അതിപ്പോൾ ആരുടെ പെർസ്പെക്റ്റീവ് ആണെങ്കിലും നമ്മളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നമ്മളുടെ ആ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ നമ്മുടെ ചോയ്സസ് നമ്മളുടെ ഡിസിഷൻസ് അവർ എല്ലാം എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യും. അതെപ്പോഴും മൈൻഡ്ഫുൾ ആയിരിക്കുക. ഞാൻ പണ്ടുണ്ടായിരുന്നതിനെക്കാട്ടിലും ഹാപ്പിയാണ് ഞാനിപ്പോൾ. കുറേയേറെ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. 80% ഓഫ് എൻ്റെ ലൈഫും എനിക്ക് വേണ്ടുന്ന പോലാണ് ഞാൻ ജീവിക്കുന്നത്. നമ്മുടെ ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ഓവർനൈറ്റിൽ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇതെന്ന് പറയുന്നത് പതിയെ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങളാണ് നമ്മുടെ ലൈഫിലെന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതുവരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഐ ആം റിയലി താങ്ക്ഫുൾ ഫോർ ദാറ്റ് ആൻഡ് സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഇനിയും സന്ധിക്കും വരയ്ക്കും വണക്കം. ബൈ.